ഹലോ സർ. സർ സാറിൻ്റെ കരിയറിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന കേസ് ഏതാണ് സർ? ഹെമറ്റോളജിയിൽ കുറേ പേഷ്യൻസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പക്ഷെ എന്നാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡൽഹിയിലുള്ളപ്പോൾ ഒരു പേഷ്യന്റ് ഗാസ്ട്രോ ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിറ്റ് ആയി, എമർജൻസിയിൽ ഭയങ്കര ലൂസ് മോഷൻ ആയിട്ട്. ഇത്ര കഴിഞ്ഞപ്പോൾ അവരെ കാലും കൈയൊക്കെ പാരലൈസ് ആയി ന്യൂറോളജി സെന്ററിലേക്ക് ട്രാൻസ്ഫർ ആയി. ന്യൂറോളജിക്കാർ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് അവർ ഗാസ്ട്രോ കാരായ ബ്ലഡ് ഫോട്ടോ കണ്ടപ്പോഴത്തേക്ക് അതിൽ പ്ലേറ്റ്സ് വളരെ കുറവായിരുന്നു, WBC കുറവായിരുന്നു. അപ്പം ഞാൻ വിളിച്ചു. അപ്പോൾ പിന്നെ വിളിച്ചു, സാർ ഈ പേഷ്യന്റ് പ്ലേറ്റ്സ് കുറവാണ്, WBC കുറഞ്ഞൊന്ന് കാണുന്നു. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ ഈ അവർ ആലോചിക്കുന്ന GBS എന്ന അസുഖത്തിൽ WBC പ്ലേറ്റ് ഒന്നും കുറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ, വല്ല ബ്ലഡിന്റെ ക്യാൻസർ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബോൺ മാരോ ടെസ്റ്റും ചെയ്തു. ബോൺ മാരോ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തിരിച്ച് അവിടെ പോയി അന്വേഷിക്കാൻ പോയപ്പോൾ പേഷ്യന്റ് അവിടെ കാണുന്നില്ല. അപ്പോൾ ഞാൻ പേഷ്യന്റ് അവിടെ പോയി ഒരു പേഷ്യന്റ് നേരെ ICU. അപ്പോൾ ഞാൻ ICU ഓടി ചെന്ന് പോയപ്പോൾ അവിടെ ICUലെ സീനിയർ ഡോക്ടർമാരെല്ലാം കൂടി പേഷ്യന്റ് ഷോക്ക് അടിക്കണം. അവിടെ ലങ് ടെസ്റ്റിൽ പേഷ്യന്റിന് കാർഡിയക് അറസ്റ്റ് സംഭവിച്ചുകൊണ്ട് പേഷ്യന്റ് ഷോക്ക് അടിച്ചത് ഡ്രൈവ് ചെയ്യുന്നു. കാർഡിയക് അറസ്റ്റ് സംഭവിച്ചത് പോളിമോർഫിക് PT എന്ന് പറഞ്ഞ കണ്ടീഷൻ കാരണം സംഭവിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അനുസരിച്ചു ഇത് അപ്പോൾ എനിക്ക് മനസ്സിലായത് വേറെ എന്തോ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഓടി ചെന്ന് ഒരു അറസ്റ്റ് ഷോക്ക് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ യൂറിനിൽ ട്യൂബ് ഞാൻ ഇത്തിരി യൂറിൻ എടുത്തു പേഷ്യന്റിന്റെ. ഇത് ഞാൻ നേരെ ഓടി ലാബിലേക്ക് പോയിട്ട് അവർക്ക് ഞാൻ പ്രത്യേക സാമ്പിൾ അയച്ചു. അങ്ങനെ ആ സാമ്പിൾ അയച്ചപ്പോൾ റിപ്പോർട്ട് വന്ന് ഞാൻ പ്രതീക്ഷിച്ച റിപ്പോർട്ട് തന്നെയായിരുന്നു. ആ പേഷ്യന്റിന് യൂറിനിൽ വളരെ ഹൈ എമൗണ്ട് ഓഫ് ആർസനിക് എന്ന് പറഞ്ഞ പോയസൺ ഉണ്ടായിരുന്നു. ഈ ആർസനിക് എന്ന് പറഞ്ഞാൽ വളരെ പോർട്ടന്റ് ആയ പോയസൺ. ഇതിന് പ്രത്യേകത ഇതിന് ടേസ്റ്റ് ഇല്ല, ഇതിന് കളറും ഇല്ല, ഇത് സ്മെല്ലില്ല. ഇത് കലർത്തി കുടിച്ചാലോ ആരെങ്കിലും കൊടുത്താലോ ആർക്കും മനസ്സിലാവുക പോലില്ല. ഇത് പുള്ളി കഴിച്ചു, അങ്ങനെ സംഭവിച്ചതാണ് ഈ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ. അപ്പോൾ ആക്ച്വലി ഇത് പേഷ്യന്റ് വന്നത് ആർസനിക്കിന്റെ പോയ്സണിംഗ് ആയിട്ട് ഗാസ്ട്രോയിലും പിന്നെ ന്യൂറോയിലും ആണ് എത്തിപ്പെട്ടത്. പിന്നെ ഞാനും കണ്ടു, പിന്നെ ICUലേക്ക് എത്തി. അപ്പം ഇത് വളരെ വിചിത്രമായ കേസ്, അത് വളരെ ഡിസ്കസ് ചെയ്യപ്പെട്ട കേസാണ് ആ കാലഘട്ടത്തിൽ അവിടെ. അപ്പം എന്തായാലും അത് കഴിഞ്ഞ് ഞാൻ മുംബൈയിൽ നിന്ന് ആ സമയത്ത് ഡൽഹിയിലാണ് മരുന്നുണ്ടായിരുന്നു. മുംബൈയിൽ ഞാൻ അതിന് മരുന്ന് ആന്റിഡോട്ട് അറേഞ്ച് ചെയ്തു. BAL എന്ന് പറഞ്ഞ ഒരു മരുന്നാണ്. ബാഡ് അത് ഞങ്ങൾ കൊടുത്തു. പേഷ്യന്റ് ഇമ്പ്രൂവ് ആയി ഡിസ്ചാർജ് ആക്കി. ചെറിയ ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇമ്പ്രൂവ് ആയിട്ടുണ്ടായിരുന്നു പേഷ്യന്റ്. അപ്പം ഞാൻ ഓർത്തെടുക്കാൻ പറ്റുന്ന കുറേ ഇൻട്രസ്റ്റിംഗ് പേഷ്യന്റ് ഇതാണ്.